എല്ലാവർക്കും ഉദയംപേരൂർ വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഉദയംപേരൂരിലെ മഴക്കെടുതി വിഷയങ്ങളെല്ലാം കിഴക്കൻ മേഖലയിലെ വെള്ളക്കയറ്റവും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനോടനുബന്ധിച്ച വാർത്തയുടെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഈ UV വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു വാർത്ത ജെന്യുവിനായി സത്യസന്ധമായി ചെയ്യുമ്പോൾ അത് സമൂഹത്തിനകത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുമ്പോൾ അത് വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ വളരെ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഭാഗത്തെ ഒക്കെ വെള്ളക്കയറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത കിട്ടും. ആ വാർത്തയുടെ അനുബന്ധ ഫലവും അതോടൊപ്പം തന്നെ ആ നാട്ടുകാരുടെ ഇടപെടലും ഒക്കെ കൊണ്ടാവാം ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ഉദയംപേരൂര് 8ാം വാർഡിൽ തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്ത ദുരിത ജീവിതത്തിൽ നേരിട്ട് കണ്ട പലരെയും ദുരിതാശ്വാസ ക്യാമ്പിൽ കാണാൻ കഴിയുകയും അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇന്ന് രാവിലെ അത് ഉദ്ഘാടനം ചെയ്ത MLA, അതുപോലെ ജനപ്രതിനിധികള്, പൊതുപ്രവർത്തകര്, വിവിധ രാഷ്ട്രീയ പ്രവർത്തകര് അവരെല്ലാവരും കൂടി ഒരു നാട് ഒന്നാകെ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇടപെടുന്നു എന്നറിയുമ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ ബണ്ടിന്റെ വിഷയമാണ് കഴിഞ്ഞ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ ബണ്ട് പൂർണ്ണമായി പൊളിക്കപ്പെട്ടിട്ടില്ല. അവിടെ ബണ്ട് പൊളിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് ഒരുപാട് ഇടപെടുകയും പക്ഷെ ആ ഇടപെടലിന്റെ പൂർണ്ണത ഇപ്പോഴും പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദയംപേരൂരിലൂടെ കടന്നു പോകുന്ന സംസ്ഥാന പാത അടച്ചുപൂട്ടിയ അവസ്ഥയുണ്ടായി. പുത്തങ്കാവ് മുതൽ കാഞ്ഞിരമുറ്റം വരെ അവിടെ പലരുടെയും യാത്രയൊക്കെ പെട്ടെന്നുണ്ടായ അടച്ചുപൂട്ടിലെ യാത്രയുടെ ദുരിതങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും അവതരിപ്പിക്കാനുള്ള വിഷയം ഇത് തന്നെയാണ്. തുറക്കാത്ത ആ ബണ്ടില് നിന്നും എങ്ങനെ ഇനി വെള്ളം പൂർണ്ണമായി പോകും എന്നതാണ്. അവിടെ 60 സെന്റിമീറ്റർ വീതിയുള്ള ആ ഒരു ബണ്ട് ഇപ്പോൾ ഒരു 30 മീറ്ററോളം ഒരു തുറക്കാനുള്ളൊരു സംവിധാനവും മിഷനറീസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ബണ്ട് തുറക്കണമെങ്കിൽ പഴയ താൽക്കാലിക ബണ്ട് പോലെയല്ല, വളരെ ഫയൽ ചെയ്തിട്ടുള്ളതും അതുപോലെ കോൺക്രീറ്റ് കട്ടകളൊക്കെ അടുക്കി വെച്ച് വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ അടിത്തറയെല്ലാം സ്ട്രോങ് ആക്കിയ രീതിയിലാണ് ആ ബണ്ട് പണിതിട്ടുള്ളത്, താൽക്കാലിക ബണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊളിച്ചു മാറ്റുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല. എങ്കിലും അതിന്റെ ഒരു ഭാഗ്യമായ വശങ്ങൾ തുറക്കുകയും ഇപ്പോഴും തുറക്കാതെ കുറെ വശങ്ങൾ കിടക്കുകയും ചെയ്യുകയാണ്. എങ്കിലും വെള്ളം ഇപ്പോൾ സ്വാഭാവികമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇനിയും മഴ പെയ്താൽ വീണ്ടും വെള്ളം കയറാനും വീടുകളിലെല്ലാം കയറാൻ ഇനിയും സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പതുക്കെ ഇറങ്ങുള്ളൂ. എങ്കിലും ആശ്വാസമായി ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും ആ ക്യാമ്പ് തുറന്നിട്ട് ആ ക്യാമ്പിൽ എല്ലാവരും സുരക്ഷിതരായി എത്തുകയും ഒരു നാട്ടിലെ ജനപ്രതിനിധികളും പഞ്ചായത്തും എല്ലാം അതിൽ ഇടപെടുന്നുണ്ട്, അവർ വന്ന് കാണുന്നുണ്ട്, അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉദയംപേരൂർ വാർത്തയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെ. ചേച്ചി, ക്യാമ്പിൽ സൗകര്യങ്ങളെല്ലാം ആണല്ലോ, എല്ലാവരും വരുന്നുണ്ടല്ലോ, ആൾക്കാർ ഇവിടുത്തെ നാട്ടിൽ വരുന്നുണ്ടല്ലോ. ഇപ്പൊ പഞ്ചായത്തിൽ നിന്നുള്ള ഇടപെടൽ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാവരും ഇടപെടൽ. വൈസ് പ്രസിഡന്റ് ഇപ്പൊ 24 മണിക്കൂർ കൂടുതലുണ്ട് അല്ലേ? ആണല്ലേ? പിന്നെ MLA വില്ലേജ് ഓഫീസർ വന്നു ആണല്ലേ? ഡോക്ടർമാർ ഞങ്ങൾക്ക് ഇതെല്ലാം ആവശ്യം. ഞങ്ങൾക്ക് റോഡാണ് പൊക്കി തന്നാൽ ഞങ്ങൾക്ക് ആ റോഡിലോട്ട് ഇറങ്ങി നിൽക്കണം. അതാണ് ഞങ്ങൾ MLA പറഞ്ഞത്. MLA ആണ് ആ റോഡ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് MLA ഇപ്പോഴും ഞങ്ങൾ അത് തന്നെ പറയണു, ചെയ്തു തരാം. അപ്പോൾ ബ്ലോക്കിൽ നിന്ന് കാണുമ്പോൾ പൈസ പാസ്സായിട്ട് ആ ഫണ്ട് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ SC-ക്കാരാണ് അവിടെ താമസിക്കുന്നത് മുഴുവൻ. SC-ക്കാരായതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കണമില്ല. SC കുടുംബത്തിലെ പിള്ളേർ പഠിച്ചാൽ എന്നാ ചക്ക എന്നാ അവർ വോട്ട് കാലത്ത് വരും, വോട്ട് ചെയ്യാൻ പറയും. എല്ലാവരും ഏത് പാർട്ടി ആയാലും ഇന്ന പാർട്ടി എന്ന് പറയുന്നത് ഒരു പാർട്ടി ഇട്ടില്ലെങ്കിലും അമ്മ, എങ്ങനെയുണ്ട് ഇവിടെ? സൗകര്യങ്ങളെല്ലാം ലഭ്യമല്ലേ? ഇവിടെ സുഖമല്ലേ? മരുന്നിന് ഡോക്ടറെല്ലാം വരുന്നില്ലേ? ഇപ്പോൾ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ നമ്മൾ വീടുകളിലേക്ക് മാർപ്പിക്കുക എന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കരി നിവാസികൾ, ഉദയംപേരൂർ പഞ്ചായത്തിൻ്റെ 7ാം വാർഡ് കോഴിക്കരി നിവാസികൾ
വർഷങ്ങളായിട്ടുണ്ട് ഈ ദുരിതത്തിൽ പെട്ടിട്ട്. എല്ലാ മഴക്കാലങ്ങൾ വരുമ്പോഴും അവിടെ വെള്ളം കയറുകയും അവിടെയുള്ള 17 വീട്ടുകാരെയും ക്യാമ്പിലേക്ക് പഞ്ചായത്ത് കൊണ്ടുവരുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെങ്കിൽ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഫണ്ടുകളെല്ലാം ചെലവഴിപ്പിച്ചുകൊണ്ട് പുറംഫണ്ട് കെട്ടുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ റോഡുകൾ പണിയുകയും ചെയ്ത് അതുപോലെ കൃഷി സ്ഥലങ്ങൾ വെറും തരിശായി കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കൃഷിയുടെ പേരിൽ കൃഷി നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുത്തങ്കാവ് ഈ ബണ്ട് നിർമ്മാണം നടക്കുന്നത്. ഈ ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ 4.5 വർഷക്കാലമായി ആ ബണ്ടിൻ്റെ പണി തുടങ്ങി. പക്ഷേ ഇന്നും അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ മേരിമാത എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. ശ്രീ ജോഷിയുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചും എല്ലാം നടത്തിയുള്ളൂ. ഇപ്പോൾ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നമ്മുടെ MLAയുടെ അടുത്തും എല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെയും എല്ലാം ഇടപെടുത്തുകയും ചെയ്തു. ഇപ്പോൾ വില്ലേജ് ഓഫീസറാണെങ്കിൽ തഹസിൽദാരെ ഇടപെടുത്തിക്കൊണ്ട് കളക്ടർ കത്ത് കൊടുത്തിട്ടുണ്ട് നിലപാട്. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നാളിതുവരെയായി ഇത് കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധമാണ്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ ബണ്ട് പഞ്ചായത്തിൻ്റെ നിരന്തരമായ ഇടപെടലോടുകൂടി ബണ്ട് ഒരു സൈഡ് മാറ്റുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് 6 മീറ്റർ ചാലിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. കാരണം 60 മീറ്ററോളം വ്യാസത്തിൽ വെള്ളം വരുന്നത് ഈ 6 മീറ്ററിൽ കൂടി പോയാൽ തീരുന്നതല്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഷീറ്റ് ഫയലെല്ലാം അടിച്ചുകൊണ്ട് ആണ് അവിടെ ബണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജൂൺ മാസത്തിൽ അത് തീരും എന്ന് പറഞ്ഞ് കോൺട്രാക്ടർ പറയുന്നുവെങ്കിൽ പോലും അതൊരു പരിഹാരം അത് തീരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മറിച്ച് ഇപ്പോൾ നമ്മുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായി വീണ്ടും ഒരു 3 മീറ്റർ 4 മീറ്ററോളം ഇപ്പോൾ വീണ്ടും പൊട്ടിക്കുന്നു. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് പൂർണ്ണമായിട്ടും അത് പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറേ ഭാഗം നീക്കം ചെയ്യും എന്നാണ് ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് വരുന്നത്. അവിടെ ചെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഉദയംപേർ പഞ്ചായത്ത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 17 വീട്ടുകാരും അതുപോലെ 2ഉം 19. കോഴിക്കരിയിൽ 17 വീട്ടുകാരിൽ 2 വീട്ടുകാർ പോന്നിട്ടില്ല. ബാക്കി 15 വീട്ടുകാരും. ഇവിടെ ചിറ്റത്ത് താഴത്ത് 2 വീട്ടുകാരും അങ്ങനെ 17 വീട്ടുകാർ ഇപ്പോൾ ഈ ക്യാമ്പിൽ പഞ്ചായത്ത് ചെന്ന് അവരെ വെള്ളത്തിൽ നിന്ന് വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടി വന്നത്. ഇങ്ങേറ്റം ഫയർഫോഴ്സുകാരെയും പോലീസിൻ്റെ എല്ലാം സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഇപ്പോൾ നന്നായി നടന്നു പോകുന്നു. വിവിധ സംഘടനകൾ ഈ ക്യാമ്പിനെ സഹായിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആളുകൾക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പ് പൂർണ്ണമായും നല്ല രീതിയിലാക്കുന്നതിനുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഫലവും ഒക്കെ കണ്ടുവരുന്നു. നമ്മുടെ വാർത്ത ഇനിയും പല മേഖലകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാത്തതിന് പലരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മുളന്തുരുത്തി നടക്കാവിൻ്റെ കിഴക്കൻ പ്രദേശത്തിൽ താമസിക്കുന്ന പല വീടുകളിലും വെള്ളത്തിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കട്ടെ. ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.